പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശുദ്ധ പൗലോസ്ലീഹായുടെ രണ്ടാം മിഷണറി യാത്ര ആണ് പഠിച്ചത്. ഇന്ന് നമ്മൾ വിശുദ്ധ പൗലോസ്ലീഹായുടെ മൂന്നാം മിഷണറി യാത്ര പഠിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടു, കർത്താവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൗലോസ്ലീഹ പല സ്ഥലങ്ങളിലും പോയി യഹൂദന്മാരെയും പുറജാതികളെയും സുവിശേഷം അറിയിക്കുകയും അവർ മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി. പൗലോസ്ലീഹ 3 മിഷണറി യാത്രകളാണ് നടത്തിയിരിക്കുന്നത്. അതിൽ 1ഉം 2ഉം മിഷണറി യാത്രകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 3ആം മിഷണറി യാത്രയെക്കുറിച്ച് അല്പമായിട്ട് ഒന്ന് ചിന്തിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ മനഃപ്പാഠവാക്യം റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യമാണ്. അവിടെ പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകും. വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് യാതൊരു ലജ്ജയുമില്ല. അതിനു വേണ്ടിയിട്ട് അനേകം പീഡനങ്ങൾ സഹിക്കുന്നതിനും ആരെങ്കിലും കളിയാക്കിയാലും എനിക്കതിനെക്കുറിച്ച് ലജ്ജിക്കുന്നതിന് കാര്യമില്ല എന്ന് പൗലോസ്ലീഹ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 മിഷണറി യാത്രകളും സിറിയയിലെ അന്ത്യോഖ്യയിൽ നിന്നാണ് ആരംഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ 3ാമത്തെ മിഷണറി യാത്രയും ആരംഭിക്കുന്നത് അന്ത്യോഖ്യയിൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. 3ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ്ലീഹ അവലംബിച്ച മാർഗം, ആദ്യ മിഷണറി യാത്രകളിൽ സ്ഥാപിച്ച സഭകളെ വീണ്ടും സന്ദർശിക്കുകയും അവിടെയുള്ള വിശ്വാസികളെ ധൈര്യപ്പെടുത്തുകയും വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പൗലോസ്ലീഹയുടെ 3ആം മിഷണറി യാത്രയിൽ അദ്ദേഹം പല സ്ഥലങ്ങളും സന്ദർശിച്ചു. ആ കൂട്ടത്തിൽ ആദ്യം സ്ഥാപിച്ച സഭകളിൽ പോയി അവരെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതായ തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മിഷണറി യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെരുശലേമിലെ സഭാംഗങ്ങൾ ക്ഷാമം മൂലം ക്ലേശിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. അതുകൊണ്ട് വിവിധ സഭാ കേന്ദ്രങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ട് സഹായധനം സമാഹരിക്കുവാൻ കൂടി ലക്ഷ്യമിട്ടുള്ള ഒരു മിഷണറി യാത്രയായിരുന്നു പൗലോസ്ലീഹായുടെ 3ആം മിഷണറി യാത്ര എന്ന് അറിയപ്പെടുന്നു. ഈ യാത്രയിലെ വിവിധ അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുവാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, 3ാമത്തെ മിഷണറി യാത്രയും ആരംഭിക്കുന്നത് അന്ത്യോഖ്യയിൽ നിന്നാണ്. അന്ത്യോഖ്യയിൽ നിന്ന് ആരംഭിച്ച് ആദ്യ യാത്രയിൽ സ്ഥാപിച്ച സഭകൾ സന്ദർശിച്ച ശേഷം വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിൽ എത്തുകയാണ്. ഈ മിഷണറി യാത്രയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പസ്തോല പ്രവൃത്തി 18-ാം അധ്യായം 23 മുതൽ 21-ാം അധ്യായം 16 വരെയുള്ള വാക്യങ്ങളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതും കൂടെ നിങ്ങൾ ഓർക്കണം. അങ്ങനെ 3ആം മിഷണറി യാത്രയിൽ എഫേസോസിൽ പൗലോസ്ലീഹ എത്തുന്നു. 2ാം യാത്രയിലും അപ്പസ്തോലൻ എഫേസോസിൽ എത്തിയിരുന്നു അല്ലെങ്കിൽ വന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എങ്കിലും 2ാം യാത്രയിൽ എഫേസോസിൽ അധികമാൾ താമസിച്ചില്ല. എന്നാൽ 3ആം യാത്രയിൽ പൗലോസ്ലീഹ ദീർഘമായ 3 വർഷക്കാലം എഫേസോസിൽ താമസിച്ച് അവരുടെ ഇടയിൽ
പ്രവർത്തിച്ചു എന്ന് നമുക്ക് വിശുദ്ധ വേദോസ്തത്തിൽ കാണാൻ പറ്റും. 3 സംവത്സരം. അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായമൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അതിനകത്ത് വളരെ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ വേദഭാഗത്ത് ഇതെല്ലാം വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. 3 സംവത്സരം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ദീർഘമായ ഒരു കാലഘട്ടമായിരുന്നു. എഫേസോസിലെ 3 സംവത്സരം പൗലോസ്ലീഹ താമസിച്ചു. അവരുടെ ഇടയ്ക്ക് പ്രവർത്തിച്ചു. അവരെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തി. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അവസാന ഭാഗത്ത് വിശുദ്ധ പൗലോസ്ലീഹായുടെ മിഷണറി യാത്രകളുടെ മാപ്പുണ്ട്. ആ മാപ്പ് നിങ്ങളത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൗലോസ്ലീഹ സഞ്ചരിച്ച സ്ഥലങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അന്ത്യോഖ്യയിൽ നിന്ന് എഫേസോസിലേക്കുള്ള ദിശയും ദൂരവും ഒക്കെ നമുക്ക് അവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഈ പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന മാപ്പും കൂടെ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കിയിരിക്കണമെന്ന് താല്പര്യപ്പെടുക ചെയ്യുന്നത്. അന്ത്യോഖ്യയിൽ നിന്ന് എഫേസോസിലേക്കുള്ളതായ യാത്ര എത്ര ദൂരം, അതിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ കൂടെയാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആ മാപ്പിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എഫേസോസ് എന്ന് പറയുന്ന പട്ടണം ഏഷ്യ മൈനർ പ്രവിശ്യയുടെ തലസ്ഥാനമായിരുന്നു. ദ ക്യാപിറ്റൽ ഓഫ് ഏഷ്യ മൈനർ പ്രോവിൻസ്, എഫേസോസ്. ഇതൊരു വലിയ തുറമുഖ പട്ടണം കൂടിയായിരുന്നു. പൗലോസ് എഫേസ്യ ലേഖനത്തിലൊക്കെ വിശദമായിട്ട് ഇത് പറയുന്നുണ്ട് എഫേസോസിനെ കുറിച്ച്. ഒരു തുറമുഖ പട്ടണമായിരുന്നു. പഴയ കാലത്ത് നമുക്കറിയാം, ഈ ചരക്കുകളും മറ്റും ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇന്നത്തെ പോലെ ലോറിയോ അല്ലവുള്ളതായ ട്രക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം ചങ്ങാടം കെട്ടി നദിയിൽ കൂടെ കൊണ്ടുപോയിക്കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. എഫേസ്യ ലേഖനത്തിൽ വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനൊരു തുറമുഖ പട്ടണമായിരുന്നു ഇത്. നിങ്ങൾ മനസ്സിലാക്കണം, ഏഷ്യ മൈനർ പ്രവിശ്യയുടെ തലസ്ഥാനമായിരുന്നു എഫേസോസ്. ഒരു തുറമുഖ പട്ടണമായിരുന്നു. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, പുറജാതി മതത്തിലെ ഒരു പ്രധാന ദേവിയായ അർത്തിമീസ്, ആ ദേവിയുടെ പേര് അർത്തിമീസ്, ഒരു വലിയ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എഫേസോസിൽ. അർത്തിമീസിൻ്റെ ഒരു വലിയ ക്ഷേത്രം. യഹൂദന്മാർക്ക് യെരുശലേം ദേവാലയം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ദേവാലയമായിരുന്നു യവനന്മാർക്ക് ഈ അർത്തിമീസിൻ്റെ ദേവാലയം, ക്ഷേത്രം. ഈ ക്ഷേത്രം അവർക്ക് വളരെ സുപ്രധാനമായിരുന്നു യവനന്മാരെ സംബന്ധിച്ച്. ഇവിടെ പല ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നടമാടിയിരുന്നു എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ദുരാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ മനുഷ്യരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പൗലോസ്ലീഹ 3 വർഷം ഇവിടെ താമസിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇതിനൊക്കെ ഈ അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമെല്ലാം ഒരു വിട വിശ്വാസികളുടെ ഇടയ്ക്കുന്ന്, അതിൽ നിന്നെല്ലാം ഒരു വിരക്തി ഉണ്ടാക്കിയെടുക്കുന്നതിന് പൗലോസ്ലീഹ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വാസികളായാൽ തന്നെ നമ്മൾ മുമ്പ് അനുവർത്തിച്ച് വന്നതായ ചില ദുരാചാരങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പൗലോസ്ലീഹയുടെ പ്രവർത്തന ഫലമായിട്ട് അതിൽ നിന്നെല്ലാം ഒരു വ്യത്യാസം എഫേസോസിലെ സഭയിൽ ഉണ്ടായി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ പൗലോസ്ലീഹയ്ക്ക് ഈ എഫേസോസിൽ കൈപ്പേറിയ പല അനുഭവങ്ങളും അവിടെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ പറ്റും. വളരെ പ്രയാസം അനുഭവിച്ചു. ആ സഭയെ ഒന്ന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പൗലോസ്ലീഹ വളരെ വേദനിച്ചു, വളരെ പ്രയാസം അനുഭവിച്ചു. കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായി. ഇത് നമുക്ക് 2 കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. വേദഭാഗങ്ങളെല്ലാം വായിക്കണം. കാരാഗ്രഹവാസം വരെ പൗലോസ്ലീഹ അനുഭവിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ വിശദമായ വിവരങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ ഗ്രന്ഥകാരനായ വിശുദ്ധ ലൂക്കോസ് വിവരിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും.
ഈ എഫെസോസിൽ താമസിക്കുമ്പോൾ ഉണ്ടായ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചുരുക്കമായിട്ട് നോക്കാം. ഒന്ന്, അവിടെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന 12 പേരുണ്ടായിരുന്നു. അവർക്ക് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് വിശ്വാസം നൽകി അവരെ മാമോദീസ മുക്കി സഭയോട് ചേർത്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഭവം എഫേസോസിൽ നടന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മന്ത്രവാദികളുടെ മാനസാന്തരം. ചില യഹൂദ മന്ത്രവാദികൾ യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് ചില അത്ഭുതങ്ങൾ ഒക്കെ പ്രവർത്തിച്ചു. യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ടൊരു കാര്യം, നമ്മളെ വിശുദ്ധ കുർബാന, നമുക്കറിയാം ഈ കത്തോലിക്ക സഭയിലുമൊക്കെ വിശുദ്ധ കുർബാന പണ്ട് കാലത്ത് കൈകളിൽ കൊടുക്കുന്നൊരു ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പം അവർ നാവിൽ വെച്ച് കൊടുക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ഭയങ്കരമായ ശക്തിയാണുള്ളത്. ആ അപ്പം, വാഴ്ത്തപ്പെട്ട അപ്പത്തിന്. അപ്പം കുർബാന അനുഭവ സമയത്ത് കത്തോലിക്ക സഭയിൽ നമുക്ക് നമ്മുടെ വായിലേക്ക് അച്ഛൻ തരികയാണ് ചെയ്യുന്നത്. പക്ഷേ കത്തോലിക്ക സഭയിൽ പഴയ കാലത്ത് കൈകളിൽ കൊടുത്തിട്ട് അവർ വായിൽ വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നത് ഒരു ദുർവിനിയോഗം ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് ചില വാർത്തകളിൽ മറ്റും മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ വിശുദ്ധ കുർബാന ബ്ലാക്ക് മാജിക്ക്, മന്ത്രവാദികൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ശക്തി കൊണ്ട് അവർ ചില കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവർ ഈ വിശുദ്ധ കുർബാന ആ കൈകളിൽ കൊടുക്കാതെ അത് നേരെ വിശ്വാസികളുടെ വായിൽ കുർബാന അനുഭവിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പം അവലംബിക്കുന്നത്. അപ്പം ഈ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്ന യഹൂദ മന്ത്രവാദികൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഭൂതബാധിതർ അവരുടെ മേൽ ചാടി വീണ് ദേഹോപദ്രവം ഏൽപ്പിച്ചു. ഭൂതം ബാധിച്ചവരിൽ അവരുടെ മേൽ ചാടി വീണിട്ട് അവരെയെല്ലാം ഉപദ്രവിച്ചു ഫിസിക്കലായിട്ട്. എഫെസോസ് പുരാതന കാലങ്ങളിൽ മാന്ത്രികരുടെ ഒരു പ്രവർത്തന കേന്ദ്രമായിരുന്നു. എന്നാൽ പൗലോസിന്റെ പ്രസംഗത്തിൽ മേൽപ്പറഞ്ഞ യഹൂദ മന്ത്രവാദികൾ, പൗലോസ് അവിടെ ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഈ യഹൂദ മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ടു. മാത്രമല്ല അവരുടെ മന്ത്രവാദത്തിന് ഉള്ള പുസ്തക ചുരുളുകൾ ചുട്ടു നശിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വേദോസത്തിൽ കാണുന്നത്. അതിൻ്റെ അർത്ഥം മാനസാന്തരം പൂർണ്ണമായി എന്നതിൻ്റെ അടയാളം ആ മാന്ത്രിക പുസ്തകങ്ങൾ ചുട്ടു നശിപ്പിച്ചത്. ഇനി അവർ ഇതുപോലുള്ളതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ല. ഇനി അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യും. ഈ പുസ്തകങ്ങളൊന്നും ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരതെല്ലാം ചുട്ടു നശിപ്പിച്ചു. ഇനി മൂന്നാമത് അവിടെ നിന്ന് വേറൊരു പ്രത്യേകത, ഒരു സംഭവം, വിഗ്രഹ നിർമ്മാതാക്കളുടെ പ്രക്ഷോഭം. അതായത് ക്രിസ്തീയ സുവിശേഷം അവിടെ പ്രചരിച്ചപ്പോൾ വിഗ്രഹ ആരാധന ഉപേക്ഷിക്കാൻ അനേക പ്രേരിതരായി. വിഗ്രഹാരാധന നമുക്ക് നിഷിദ്ധമാണ്. അപ്പോൾ ക്രിസ്തീയ സുവിശേഷം പ്രചരിപ്പിച്ചപ്പോൾ വിഗ്രഹാരാധനയിൽ നിന്ന് വിശ്വാസികൾ മാറി മാറിപ്പോകുന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കണത്, അങ്ങനെ വന്നപ്പോൾ അർത്തമീസ് ദേവിയുടെ ചെറിയ വിഗ്രഹമുണ്ടാക്കി വിൽപ്പന നടത്തുന്ന ചിലർക്ക് അത് സാമ്പത്തിക നഷ്ടം വരുത്തി. നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഈ വിഗ്രഹങ്ങളുണ്ടാക്കി വിറ്റിട്ട് കാശുണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഈ ക്രിസ്തീയ സഭയിലുമുണ്ട്. വിഗ്രഹങ്ങളുണ്ടായിട്ട് വിറ്റ് കാശുണ്ടാക്കും. അർത്തമീസ് ദേവിയുടെ വിഗ്രഹങ്ങളുണ്ടാക്കി വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ഇവിടെ ക്രിസ്തീയ വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നഷ്ടമുണ്ടായി. കാരണം അവർ വിഗ്രഹാരാധനയിൽ നിന്ന് അവർ പിന്മാറി ക്രിസ്തു സഭയിലേക്ക് ചേർന്നു.
അങ്ങനെയുള്ളപ്പോൾ ഈ വിഗ്രഹം വിറ്റ് കാശുണ്ടാക്കിയിരുന്നവരുടെ നേതാക്കന്മാർ അവിടെയുള്ള ആൾക്കാർ സംഘടിപ്പിച്ച് അവർ കലാപം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പൗലോസും സഹപ്രവർത്തകരും എതിരായിട്ട് അവർ ഒരു പ്രക്ഷോഭമാക്കി അത് വളർത്തിയെടുത്തു. പൗലോസ് വന്ന് ജനങ്ങളെ തെറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ പ്രശ്നമുണ്ടായി. നഗരാധിപൻ്റെ ഉചിതമായ നീക്കത്തിൽ കൂടെ കലാപം ശാന്തമാക്കുകയായിരുന്നു. പൗലോസിൻ്റെ ഈ യാത്രയുടെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു. യെരുശലേമിലെ സഭ ക്ഷാമം മൂലം ക്ലേശം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതിന് സഭകളിൽ നിന്നൊരു ധനസഹായം സമാഹരിച്ച് യെരുശലേമിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ളതായ ഒരു ദൗത്യം കൂടി ഈ യാത്രയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ കാണും. പൗലോസിൻ്റെ ലക്ഷ്യം യെരുശലേമിലേക്ക്, ജേർണി ടു യെരുശലേം, അതായിരുന്നു പൗലോസിൻ്റെ ലക്ഷ്യം. അവിടെ ഒരുപാട് ക്ലേശങ്ങൾ, ക്ഷാമം, പ്രയാസങ്ങൾ, ഫാമീൻ അനുഭവിക്കുന്ന ജനങ്ങളുണ്ട്. അവരെ സഹായിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദൗത്യവും അത് തന്നെയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ നമ്മളെല്ലാം സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു, കുറേ ആൾക്കാർ പ്രയാസപ്പെട്ട് ജീവിക്കുന്നു. പക്ഷേ നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മളുടെ എല്ലാ നേട്ടങ്ങളും നമുക്ക് തന്നെയായിട്ട് ചുരുക്കാതെ വി മസ്റ്റ് ഷെയർ ഇറ്റ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടെ അത് ഷെയർ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നമുക്കുണ്ടാകും. ആദിമസഭയിൽ അത് ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 42 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവർ കൂട്ടായ്മ കൂടിയും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു, എല്ലാം പൊതുവക എന്നെണ്ണി. താഴത്തേക്ക് വായിക്കും മനസ്സിൽ 42 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ആദിമസഭയിൽ ഈ പറയുന്ന ഷെയറിങ് മെൻറ്റാലിറ്റി വിശ്വാസികളുടെ ഇടയ്ക്കുണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. പൗലോസ് ആ ഷെയറിങ് മെൻറ്റാലിറ്റി, മറ്റുള്ള സഭകളിൽ നിന്ന് ധനസഹായം കൊണ്ടുവന്ന് യെരുശലേമിലെ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു ലക്ഷ്യവും കൂടെ പൗലോസിനുണ്ടായിരുന്നു. അങ്ങനെ യെരുശലേമിലേക്കുള്ള യാത്രയായിരുന്നു പൗലോസിൻ്റെ ലക്ഷ്യം. അപ്പോൾ എഫേസോസിൽ 3 വർഷം കഴിഞ്ഞതിന് ശേഷം പൗലോസ് നേരെ ത്രോവാസിലെത്തുന്നു. യെരുശലേമിലുള്ള യാത്രയുടെ വഴി ത്രോവാസിലെത്തുന്നു. അവിടെ ഒരു പ്രധാന സംഭവം സംഭവമുണ്ട്. ത്രോവാസിൽ വെച്ച് ഞായറാഴ്ച ദിവസം വന്നപ്പോൾ ആരാധനയ്ക്കായ ഒരു മാളിക മുകളിൽ എല്ലാവരും ഒന്നിച്ചു കൂടി. ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി. ഈ ഒരു സംഭവം, ആരാധനയ്ക്കായിട്ട് ഞായറാഴ്ച ഒന്നിച്ചു കൂടി എന്നുള്ള സംഭവം 3 കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. ഇത് അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ാം അധ്യായം 7 മുതൽ 12 വരെ വാക്യങ്ങളിലാണ് വിശദീകരിക്കുന്നത്. ആരാധനയ്ക്കായിട്ട് ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകാറുണ്ട്, അതുപോലെ അവരവിടെ കൂടി ഒരു മാളിക മുറിയിൽ 3 കാര്യങ്ങൾ അത് വെളിപ്പെടുത്തുകയായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞായറാഴ്ച ആചരണം ആരംഭിച്ചു എന്ന് തെളിയിക്കുന്നു. 2, ആരാധന എന്നുള്ളത് അപ്പം നുറുക്കൽ അഥവാ കുർബാന അനുഷ്ഠാനമായിരുന്നു. അപ്പം നുറുക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ ശിഷ്യന്മാർ കൂടിയിരുന്നു, അവർ കൂട്ടായ്മ ആചരിച്ചു, ഫെലോഷിപ്പ്, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു പോന്നു. അവരുടെ രീതി അതായിരുന്നു. കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, അതുപോലെ തന്നെ പ്രാർത്ഥന കഴിച്ചു. നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ തന്നെ കൂട്ടായ്മ ആചരിക്കുന്നു. കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഈ കൊറോണ വൈറസ് കാരണം കൂട്ടായ്മയൊന്നും ആചരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ കൂട്ടായ്മ എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇവിടെ അപ്പം നുറുക്കി കുർബാന, അതായത് 2ാമത്തെ കാര്യം, ഞായറാഴ്ച ഒരുമിച്ച് കൂടി എന്നുള്ള 2ാമത്തെ പ്രാധാന്യം, ആരാധന എന്നുള്ള അപ്പം നുറുക്കൽ അഥവാ കുർബാന അനുഷ്ഠാനമായിരുന്നു. അത് ആയിരുന്നു 2ാമത്തേത്. 3ാമത്, അതോടൊപ്പം പ്രസംഗം, വചന ശുശ്രൂഷയും ഉണ്ടായിരുന്നു. നമ്മുടെ കുർബാന മധ്യേ അച്ഛൻ അന്ന് വായിച്ച ഏവൻഗേലിയോനെ കുറിച്ച് ഒരു ചെറിയ ലഘു പ്രസംഗം നടത്തുന്നതായിട്ട് നമുക്കറിയാം. അതാണ് വചന ശുശ്രൂഷ. അതും ആദിമസഭയിൽ ഉണ്ടായിരുന്നു. ഇനി അവിടുന്ന് ത്രോവാസിൽ നിന്ന് നേരെ മിലിത്തോസിൽ വരികയാണ്. ത്രോവാസിൽ നിന്ന് സമുദ്രമാർഗമാണ് യാത്ര തുടർന്ന് പല സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിച്ചിട്ടാണ് മിലിത്തോസിൽ എത്തിച്ചേരുന്നത്. നമുക്ക് ഈ ഭാഗമായി മുഴുവനായിട്ട് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നതിന് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വേദഭാഗം വായിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മിലിത്തോസിൽ എത്തിച്ചേരുന്നു.
ഇവിടെ സമീപപ്രദേശമായ എഫേസോസിൽ നിന്ന് അവിടുത്തെ സഭാ നേതാക്കൾ അപ്പസ്തോലനെ കാണാനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരോട് ഹൃദ്യമായ ഒരു പ്രസംഗം പൗലോസ് ലീഗ അവിടെ വെച്ച് നടത്തുന്നു. അപ്പസ്തോല പ്രവൃത്തി 20 അധ്യായം 18 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. സ്വന്തം പ്രവർത്തനങ്ങളെ അയവറിക്കൊണ്ട് ഈ പറയുന്ന എഫേസോസിൽ നിന്ന് വന്ന മൂപ്പന്മാരുടെ അല്ലെങ്കിൽ വൈദികരുടെ കർത്തവ്യം എങ്ങനെ നിറവേറ്റണമെന്ന് ഉത്ബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദൈവജനത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശക്തി ആവശ്യമുണ്ട്. ഏത് ശക്തിയാണ് നിങ്ങൾക്കറിയാം. നമുക്കെല്ലാം ഒരു ശക്തി ആവശ്യമുണ്ട്. ഏത് ശക്തിയാ? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ശക്തി നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവജനത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നേതൃസ്ഥാനത്ത് ഉണ്ടാകണമെന്നുള്ളതായ ഉത്ബോധനമാണ് എഫേസോസിലെ തന്നെ സന്ദർശിക്കാവുന്ന മൂപ്പന്മാർ പൗലോസിലെ കൊടുക്കുന്നതെന്ന് കാണാൻ പറ്റും. അങ്ങനെ അപ്പസ്തോലൻ എഫേസോസിലെ സഭയെ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ പരമേൽപ്പിച്ചുകൊണ്ട് സഭാ നേതാക്കന്മാരുടെ അന്ത്യയാത്ര, ഇനിമേൽ നിങ്ങൾ എന്നെ കാണുകയില്ല. അപ്പസ്തോല പ്രവൃത്തി 20 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നിന്ന് വായിച്ചു നോക്കുക. ഇനിമേൽ നിങ്ങൾ എന്നെ കാണുകയില്ല. ഞാൻ 3 സംവത്സരക്കാലം നിങ്ങളുടെ ഇടയ്ക്ക് ഒന്നും മറച്ചു വെക്കാതെ സുവിശേഷം അറിയിച്ചു. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും കൈപ്പറ്റിയിട്ടില്ല. ഇനി നിങ്ങൾ അതിൽ നിന്ന് തെറ്റിപ്പോയാൽ ഞാൻ അതിന് യാതൊരു കാരണവശാലും ഉത്തരവാദിയല്ല എന്നൊക്കെയുള്ളതായ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പസ്തോലൻ അവരോട് വിട പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം മിലിത്തോസിൽ നിന്ന് നേരെ സോറിൽ വരുന്നു. കപ്പൽ യാത്ര നടത്തിയാണ് അന്നത്തെ യാത്രകൾ കൂടുതൽ. ഇപ്പോൾ അന്നത്തെ പോലെ പ്ലെയിനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. സോറിൽ വരുന്നു. പല ദ്വീപുകളുടെ സമീപത്തുകൂടിയായിരുന്നു ഈ യാത്ര എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുറിയയിലേക്ക് പോകാനായിരുന്നു ലക്ഷ്യം. അവർ ഫിനീഷ്യയുടെ പ്രധാന തുറമുഖമായ സോറിലെത്തി. ഫിനീഷ്യ എന്ന് പറയുന്ന സ്ഥലത്തിന് പ്രധാന ഒരു തുറമുഖമായിരുന്നു സോർ. പുരാതന കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു സോർ, അല്ലെങ്കിൽ ടയർ എന്ന് പറയുന്നത്, സൈർ. അവിടെ ഫിനീഷ്യയുടെ പ്രധാന തുറമുഖ സോറിലെത്തി. പലസ്തീൻകാരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു അത്. ഒരു പ്രസിദ്ധ കേന്ദ്രമായിരുന്നു ആ നഗരം. പഴയ നിയമകാലത്ത് തന്നെ ഈ സോർ എന്ന് പറയുന്ന കീർത്തി ആർജിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു. സോറിനെ കുറിച്ച് യഹോവയായ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മുഖാന്തരമുള്ള അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളൊക്കെ നമുക്ക് പഴയ നിയമത്തിലെ യെശയ്യാ പ്രവചന പുസ്തകത്തിലൊക്കെ കാണാൻ പറ്റും സോറിനെ കുറിച്ച്. അവിടെ ഒരാഴ്ചക്കാലം പൗലോസും സഹചാരികളും താമസിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും സോറിൽ. അപ്പോൾ അവിടെയുള്ള വിശ്വാസികളെ കാണുവാനും അവരുമായി സ്നേഹം പങ്കിടാനും കഴിഞ്ഞു. അവിടുന്ന് ഒരാഴ്ച അവിടെ താമസിച്ചതിന് ശേഷം കൈസരിയിൽ എത്തുകയാണ്. സോറിൽ നിന്ന് യാത്ര ചെയ്ത് അതിന് തെക്കുള്ള ടോലിമായിസിൽ എത്തി. അവിടെ ഒരു ദിവസം മാത്രം താമസിച്ച ശേഷം യാത്ര പുറപ്പെട്ട് കൈസരിയിലെത്തി. ഈ കൈസരിയുടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. എത്യോപ്യക്കാരനായ ഒരു ഷണ്ണനെ വേദപുസ്തകം വായിച്ചുകൊണ്ട്, പഴയ വായിച്ചുകൊണ്ട് രഥത്തിൽ കൂടെ പോയ ഷണ്ണനെ മാനസാന്തരപ്പെടുത്തി. നീ എന്താണ് വായിക്കുന്നത് എന്ന് നിനക്ക് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഷണ്ണൻ പറഞ്ഞു, ആരെങ്കിലും പൊരുൾ തിരിച്ചു തരാതെ എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പൊരുൾ തിരിച്ചു കൊടുക്കുക, അവൻ ക്രിസ്തുസഭ സ്വീകരിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണപ്പെടുന്നു. ഈ പറയുന്ന ഫിലിപ്പോസ് വന്നിട്ട് ഈ കൈസരിയയിൽ താമസം ഉറപ്പിക്കുകയായിരുന്നു. അവിടെ സഭ സ്ഥാപിച്ച് അവിടെ താമസം ഉറപ്പിക്കുകയായിരുന്നു. പൗലോസും സഹചാരികളും കൈസരിലെത്തി കഴിഞ്ഞപ്പോൾ ഈ ഫിലിപ്പോസിൻ്റെ ഭവനത്തിലാണ് താമസിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ അവിടെ താമസിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു ക്രിസ്തീയ പ്രവാചകൻ അവിടെ എത്തി. ആ പേര് ഓർത്തോണം, അഗബോസ്. ഒരു ക്രിസ്തീയ പ്രവാചകൻ അവിടെ എത്തുകയാണ് ചെയ്യുന്നത് ഈ കൈസരിയിലെത്തിയപ്പോൾ. അയാൾ പൗലോസിന് യെരുശലേമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ദണ്ഡനവും ബന്ധനവും നേരിടേണ്ടി വരുമെന്നൊരു പ്രവചനം നടത്തി. അത് കേട്ടിട്ട് പൗലോസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവർ പൗലോസിനെ യെരുശലേമിൽ നിന്നിലേക്ക് പോകുന്നതിന് നിന്ന് വിലക്കുക ചെയ്തത്. അവിടെ ചെന്ന ദണ്ഡനവും പീഡനമൊക്കെ ഉണ്ടാവുമെങ്കിൽ പിന്നെ ഇപ്പം അങ്ങോട്ട് പോകണ്ട എന്നുള്ളതായ ഒരു ഉപദേശമാണ് പൗലോസിന് കൊടുത്തത്. എങ്കിൽ തന്നെ
പൗലോസ് പറയുന്നു, ക്രിസ്തുവിന് വേണ്ടി കഷ്ടമേൽക്കുന്നത് ഭാഗ്യമെന്ന് അപ്പസ്തോലൻ കരുതി. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടമേൽക്കുന്നത് എനിക്ക് ഭാഗ്യമാണ്. അതുകൊണ്ട് ഞാൻ ആ യാത്രയിൽ നിന്ന് മാറുന്നില്ല. ഞാൻ ദണ്ഡനവും പീഡനവും സഹിച്ചാലും എൻ്റെ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. ആ ഒരു നിലപാടിൽ പൗലോസ് ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ തന്നെ യാത്ര തുടർന്നു. കൈസരിയിൽ നിന്ന് യെരുശലേമിലേക്ക് കരമാർഗമായിരുന്നു യാത്ര ചെയ്തത്. അങ്ങനെ യെരുശലേമിൽ സഭയിൽ അധികം പേരും യഹൂദ ക്രിസ്ത്യാനികളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. യെരുശലേമിലെ സഭയിൽ യഹൂദ ക്രിസ്ത്യാനി, കാരണം യെരുശലേം പ്രദേശങ്ങളെല്ലാം യഹൂദന്മാരുടെ കേന്ദ്രമാണ്. യവന ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ജാതികളല്ല ഭൂരിപക്ഷം പേരും. ഇവിടെ പൗലോസും സഹചാരികളും താമസിച്ചത് മ്നാസോന്റെ ഭവനത്തിലായിരുന്നു. ആ പേരുകൾ മറക്കരുത്. മ്നാസോൻ, ആ പേര് അവിടെ എഴുതിയിട്ടുണ്ട് പുസ്തകത്തിൽ. മ്നാസോന്റെ ഭവനത്തിലായിരുന്നു. അങ്ങനെ മൂന്നാം മിഷണറി യാത്ര യെരുശലേമിൽ സമാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ മൂന്നാം മിഷണറി യാത്ര എന്ന് പറയുന്നത് എഫേസോസിൽ വെച്ച് അനേകം പ്രയാസങ്ങളുണ്ടായി. അങ്ങനെ പൗലോസിൻ്റെ മിഷണറി യാത്രകൾ അവസാനിപ്പിക്കുകയാണ്. ഈ മിഷണറി യാത്രയിൽ പൗലോസിന് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. അനേകം സഭകളെ സ്ഥിരപ്പെടുത്തി എന്നുള്ളത് വേറൊരു സംഗതിയാണ്. 3 വർഷം എഫേസോസിൽ താമസിച്ചു. അങ്ങനെ പൗലോസിൻ്റെ മൂന്നാം മിഷണറി യാത്രയുടെ അവസാനിപ്പിക്കുകയാണ്. പൗലോസ് നടത്തിയ മിഷണറി യാത്രകൾ 3 എണ്ണമാണ്. അപ്പോൾ ആ മിഷണറി യാത്രകൾ 1, 2, 3 നമ്മളിപ്പം പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾ പുസ്തകം വായിക്കുക. പുസ്തകത്തിൽ ആ യാത്ര നൽകുന്ന പാഠങ്ങളെക്കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഇടയ്ക്കിടയ്ക്ക് കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസറിൽ നിങ്ങൾ എഴുതുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടിരുന്നു. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതി എനിക്ക് അയച്ചു തന്നില്ല. ഒരു കുട്ടി മാത്രമേ എനിക്ക് ഉത്തരം എഴുതി അയച്ചുള്ളൂ. ബാക്കി എല്ലാവരും ഉത്തരം അയക്കാനുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പാഠഭാഗങ്ങൾ വായിക്കുക. ഞാൻ തന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതി എനിക്ക് അയച്ചു തരണം. ഗ്രൂപ്പിലിട്ടാൽ മതി, ഞാനത് നോക്കിക്കൊള്ളാം. അങ്ങനെ നമ്മൾ പഠനം മുമ്പോട്ട് പോകണം. അതുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജയ് ക്രൈസ്റ്റ്.